നമ്മളിൽ പലർക്കും ട്രെയിൻ യാത്ര വളരെ ഇഷ്ടകരമാണ്. നമ്മൾ ട്രെയിനിൽ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വാതിൽപ്പടിയിൽ നിന്നും ഇരുന്നുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അത് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നല്ല ഫീലിലായിരിക്കും നമ്മൾ ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കുന്നത്. എന്നാൽ ഈ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലും നമ്മളുടെ ചില അപകടങ്ങളുണ്ട്. ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. 2023 മാത്രം 40 മരണങ്ങളാണ് തെറിച്ചു വീണ് ഉണ്ടായിരിക്കുന്നത്. വാതിൽപ്പടിയിൽ ഇരുന്നോ നിന്നോ യാത്ര ചെയ്തവരാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും വാതിൽപ്പടിയിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന സമയത്താണ് തെറിച്ചു വീണ് മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഷൊർണൂരിൽ റെയിൽവേ പാതയിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇവർ ട്രെയിനിൽ യാത്ര ചെയ്തത് വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണെന്നാണ് FIRൽ പറയുന്നത്. 2022 24 പേരാണ് മരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വളരെ കൂടുതലാണ്. 40 പേരാണ് ഇങ്ങനെ തെറിച്ചു വീണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 137 അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. ഈ പ്രദേശത്തെ പാളം വളഞ്ഞിരിക്കുന്നതിനാൽ ട്രെയിൻ യാത്ര ചെയ്യുന്നതിനിടയിൽ തെറിച്ചു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്ത ഒരാളുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വളവിൽ വേഗം കൂടുന്ന സമയത്ത് വാതിൽ വന്ന് അടിക്കുകയും അതിനാൽ അവർ തെറിച്ചു വീഴുകയുമാണ് ചെയ്യുന്നത്. ഈ മൊബൈൽ ഫോണും ഹെഡ്സെറ്റും ഒക്കെ വെച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദങ്ങളൊന്നും പുറത്തുനിന്ന് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് കൂടുതലായിട്ടും സംഭവിച്ചിരിക്കുന്നത്. ഈ വാതിൽപ്പടിയിൽ നിന്നും ഇരുന്നും യാത്ര ചെയ്യുന്നത് കുറ്റകരമാണ്. 1989 റെയിൽവേ നിയമം 156 പ്രകാരം വാതിൽപ്പടിയിൽ ഇരുന്നോ നിന്നോ യാത്ര ചെയ്യുന്നത് കുറ്റകരമാണ്. ഇതിനെതിരെ നിരവധി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 486 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടം കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും.